അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ഇതരമതസ്ഥരായ സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഗൈതവമായ നന്ദി, നമസ്കാരം. നാം ഇന്ന് പല പല സ്ഥലങ്ങളിലേക്കും മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി പോകാറുണ്ട്. പക്ഷേ എവിടെയും സമാധാനം കിട്ടുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ വിശ്വാസം ശരിയല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സമാധാനം കിട്ടാത്തത്. നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ മനസ്സിന് സമാധാനം ഉണ്ടാവണം. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ മനസ്സ് നിഷ്കളങ്കമായിരിക്കണം. മനസ്സ് നിഷ്കളങ്കമാവണമെങ്കിൽ മനസ്സിൽ വച്ചിരിക്കുന്ന വിശ്വാസങ്ങൾ അത് സത്യസന്ധമായിരിക്കണം. അല്ലാതെ വിശ്വാസം ഒന്ന്, പ്രവൃത്തി മറ്റൊന്ന്, ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ല. കാരണം വിശ്വാസം ആടിയും ഉലഞ്ഞും കൊണ്ടിരിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ വിശ്വാസം മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങും. അതില്ലാത്ത അവസരം വരുമ്പോൾ അത് തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും ദൈവിക സംതൃപ്തിക്ക് ഉതകണമെങ്കിൽ അത് രണ്ടും കറക്റ്റായിരിക്കണം. അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹുവിന് പുറമെ ഒട്ടനേകം സ്ഥലങ്ങളിൽ പോയി സമാധാനം കണ്ടെത്താറുണ്ട്. അവരുടെ ആവശ്യങ്ങളും ആവലാതികളും അവരുടെ പ്രശ്നങ്ങളും ഒട്ടേറെ കബറിടങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് മതസ്ഥരായ ആളുകൾ അവരവരുടേതായ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അത് സമർപ്പിക്കുന്നുണ്ട്. അവർക്കവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അവർ ദൈവതുല്യമായി അവളെ കാണുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക വീക്ഷണത്തിൽ അങ്ങനെ ദൈവതുല്യനായി ദൈവം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന് തുല്യനായി മറ്റൊരു വസ്തു ഈ ലോകത്തില്ല. അള്ളാഹു തആല പടച്ചിട്ടുമില്ല. അവൻ്റെ അധികാരം അവന് മാത്രം അർഹതപ്പെട്ടതാണ്. അവൻ്റെ അധികാരം മറ്റൊരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മക്ബറകളിലും അതുപോലെയുള്ള ജാറങ്ങളിലും ഒക്കെ പോയി നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അവരോട് സമർപ്പിക്കാതെ ഇരുകരങ്ങൾ ഉയർത്തി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഫദ്ഉനി ഫസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാമെന്ന വാഗ്ദാനം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വാഗ്ദാനം കേൾക്കാതെ, ഈ വാഗ്ദാനത്തിന് ഒരു പുൽക്കൊടിയുടെ വില പോലും നൽകാതെ നമ്മൾ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പല പല സ്ഥലങ്ങളിലേക്ക് വണ്ടിയെടുത്ത് ഓടുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ ആവലാതികൾ പറയുന്നു. പടച്ചവനോടാണ് പറയേണ്ടതെങ്കിൽ അവിടത്തോളം പോകേണ്ട ആവശ്യമില്ല. സ്വന്തം വീട്ടിലിരുന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ചാലും പടച്ചവൻ സ്വീകരിക്കും. സ്വന്തം വീട്ടിൻ്റെ മുറിയിലിരുന്ന് പറഞ്ഞാലും പടച്ചവൻ സ്വീകരിക്കും. പക്ഷേ അതിൽ സംതൃപ്തരാകാതെ ഈ മഹാന്മാർ അടുത്ത് പോയി ആ പച്ചക്കൊടിയൊന്ന് പിടിച്ചിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ തൻ്റെ സർവ്വരോഗങ്ങളും സർവ്വബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുമെന്ന വിശ്വാസം വരുമ്പോൾ അവൻ ദൈവിക വിശ്വാസത്തിൽ നിന്ന് തെറ്റുകയാണ്. ആ തെറ്റൽ അവൻ്റെ ജീവിതം കൊണ്ടുപോയി റബ്ബിൽ നിന്ന് അകറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം സുന്നിയുടെ പേര് പറഞ്ഞ്, അതെല്ലാം സുന്നിസമാണെന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് തള്ളിവിട്ടാൽ ശരിയാവുകയില്ല.
കാരണം മക്ബറകളെ ആദരിക്കാനുള്ളതല്ല, അത് നമുക്ക് സ്മരിക്കാനുള്ള സ്ഥലമാണ്. മക്ബറകളെ ദൈവിക തുല്യമാക്കാനുള്ളതല്ല. മക്ബറകൾ നമുക്ക് സ്മരിക്കണം, എന്തിനു ഓർമ്മിക്കാൻ വേണ്ടി. ഞാനും ഇതേപോലെ ഈ ഖബറിൽ വന്ന് കിടക്കേണ്ടവനാണ് എന്ന ഓർമ്മ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഖബർ സന്ദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അനുവദിച്ചു തന്നത്. അല്ലാതെ ആവലാദികളും വിഷമങ്ങളും സമർപ്പിച്ച് അവിടുന്ന് തരുന്ന പ്രസാദം വാങ്ങി അണ്ണാക്കിലേക്ക് ഇടാനുള്ളതല്ല ഈ പ്രസ്ഥാനമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണമെന്ന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. ഇതിന് നിങ്ങൾ വഹാബിസമെന്നോ വടിമിഴുങ്ങിയെന്നോ കുന്തം വിഴുങ്ങിയെന്നോ പേരിട്ടാലും ഒരു പ്രശ്നവുമില്ല, ഒരു കാര്യവുമില്ല. സത്യം സത്യമായി തന്നെ പറയും. അതിനകത്ത് യാതൊരു സംശയവും ആരും വിചാരിക്കേണ്ട. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് സമാധാനം താൽക്കാലികമായി കിട്ടുമെങ്കിലും ആ സമാധാനം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു തൃപ്തികരമായ സമാധാനം അല്ല എന്ന ഓർമ്മ നമുക്കുണ്ടാവേണ്ടതാണ്. പക്ഷേ അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടുന്ന നേർച്ചകളും പട്ടുകളും അതുപോലെയുള്ള സ്വർണവും മറ്റ് കാശുകളും എല്ലാം ചെന്നെത്തുന്നത് കോൺട്രാക്ടർമാരുടെ കയ്യിലേക്കാണ്. ഓരോ പള്ളികളും മക്ബറകളും കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ്. ഒരു കൊല്ലം നടത്തിപ്പിന് ഇത്ര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് എഴുതി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കൊടുത്താലും അത് കോൺട്രാക്ടറുടെ അണ്ണാക്കിലേക്കാണ് പോകുന്നത് എന്ന ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതായി പോയല്ലോ ഈ മനുഷ്യന്മാർക്ക് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് മക്ബറകളിലേക്ക് കൊണ്ട് പണവും മറ്റുമൊക്കെ സ്വർണമൊക്കെ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ആളുകൾ ചിന്തിക്കണം, ഇത് ഞങ്ങളെപ്പോലെയുള്ള ചില കള്ളന്മാരുടെ കൈകളിലേക്കാണ് ഇത് പോകുന്നത് എന്ന് ചിന്തിക്കണം. അവിടെ കിടക്കുന്ന മഹാന് നമ്മുടെ പട്ടിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ചന്ദനത്തിരിയുടെ ആവശ്യമില്ല, നമ്മുടെ ഒരു ചില്ലിക്കാശിൻ്റെ ആവശ്യം പോലും അവർക്കില്ല. അവരുടെ സംരക്ഷണം പടച്ച തമ്പുരാൻ്റെ പക്കലാണ്. അവനവരെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിച്ചുകൊള്ളും. അത് നമ്മുടെ ഒത്താശയോ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റോ അവർക്ക് ആവശ്യമില്ല എന്ന കാര്യം ഉറക്കെ ചിന്തിക്കണം, ഉറക്കെ മനസ്സിലാക്കണം, ആത്മാർത്ഥമായിട്ടിരുന്ന് മനസ്സിലാക്കണം. അല്ല വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ വാദഗതികൾ നിരത്തിയിട്ട് കാര്യമില്ല. വിമർശിക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ വാർവലകൾ കൊണ്ടൊന്ന് നിരത്തി വെച്ചിട്ടും ഒരു കാര്യമില്ല. സത്യം സത്യം തന്നെയാണ്. അത് മൂടി വെക്കാൻ എത്ര നാൾ ശ്രമിച്ചാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് മക്ബറകളിൽ പോകുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ അവിടെ സിയാറത്ത് ചെയ്യണം, സ്വന്തമായി ദുആ ചെയ്യണം. എന്നിട്ട് ആർക്ക് വേണ്ടി? ഈ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്ക്, അവർക്ക് അള്ളാഹുവേ നീ ഐശ്വര്യം ചെയ്യ്, നീ ഗുണം ചെയ്ത് കൊടുക്ക്. അവർ നല്ലവരായിരുന്നു, അവർ ഈ നാടിന് വേണ്ടി പ്രയത്നിച്ചവരായിരുന്നു, അവർ ധാരാളം പേർ അവർ മൂലം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്ക് എന്ന് പറഞ്ഞ് അവരോട് ദുആ ചെയ്യാം. അല്ലാതെ ആവശ്യങ്ങൾ അവരെ മുന്നിൽ സമർപ്പിക്കാൻ നമുക്കെന്തധികാരമാണുള്ളത്? നമ്മുടെ മുന്നിൽ റബ്ബ് നിൽക്കുമ്പോൾ, പടച്ച തമ്പുരാൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, പടച്ച തമ്പുരാനോട് പറയാതെ കണ്ട് വളരെ ബഹുദൂരം സഞ്ചരിച്ച് ഈ മക്ബറകൾക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം തവാഫ് ചെയ്തതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നതെന്ന് ഇനിയെങ്കിലും ചിന്തിക്കുക. ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾക്ക്, വിവേകമുണ്ടല്ലോ നിങ്ങൾക്ക്, വിദ്യാഭ്യാസമുണ്ടല്ലോ നിങ്ങൾക്ക്, ആവശ്യാനുസരണം പണമുണ്ടല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ ഈ മണ്ടൻ വിശ്വാസവുമായി നടന്നിട്ട് അതിനെല്ലാത്തിൻ്റെയും പേര് സുന്നി 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 എന്ന് പറഞ്ഞാൽ സുന്നിയാവൂല. സുന്നിയാകണമെങ്കിൽ യഥാർത്ഥമായ വിശ്വാസം അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിക്കണം. അള്ളാഹുവിന് കൊടുക്കേണ്ട അധികാരം അള്ളാഹുവിന് കൊടുക്കണം. അതുപോലെ ഒരു വീട്ടിൽ ഒരു വേലക്കാരന് കൊടുക്കേണ്ട സ്ഥാനം വേലക്കാരന് കൊടുക്കണം. യജമാൻ്റെ സ്ഥാനം യജമാന് നൽകണം. അല്ലാതെ യജമാൻ്റെ സ്ഥാനം വേലക്കാരനും വേലക്കാരൻ്റെ സ്ഥാനം യജമാനും കൊടുക്കുന്ന നീചമായ ഏർപ്പാട് നിർത്തിവെക്കലാണ് നല്ലതെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ആയതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനോട് നമ്മുടെ കാര്യങ്ങൾ പറയുക. മഹാന്മാരുടെ ഖബർ മരിച്ച് മണ്ണായിത്തീർന്ന അല്ലെങ്കിൽ ആ ഖബർ സ്ഥലങ്ങളിൽ പോയി രക്ഷിക്കണേ കാക്കണേ എന്ന് പറഞ്ഞ് തലയിട്ടടിക്കുന്ന നീചമായ സംസ്കാരവും അതിനെ കൂട്ടിനിൽക്കുന്ന നീചന്മാരും മുസ്ലിംമാരും ആ പരിപാടി നിർത്തി സ്വന്തം കാര്യത്തിലേക്ക്, സ്വന്തം പണിയെടുത്ത് ജീവിക്കാനുള്ള ആ ഒരു ഏർപ്പാടിലേക്ക് മുന്നോട്ട് പോകുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.